ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡിസൈൻസൊക്കെ കാണാൻ വേണ്ടി ക്ലയൻസൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ മേഘയാണ് ഫസ്റ്റായിട്ട് വരുന്നത്. വാ മേഘ ഇരിക്കേ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ മേഘയെ മാത്രം കണ്ടിട്ട് സിദ്ധു ചോദിക്കുകയാണ്, ചന്ദ്രിക വന്നില്ലേ? അപ്പം മേഘ, ചന്ദ്രികയോ? അവളുടെ സീറ്റിൽ ഇല്ലല്ലോ. അവൾ സീറ്റിൽ ഇല്ലെന്നോ? സിദ്ധു ചോദിക്കുക. അപ്പോൾ തന്നെ സിദ്ധു ഫോണെടുത്ത് വിളിക്കുകയാണ് ചന്ദ്രികയെ. പക്ഷേ ചന്ദ്രികയെ വിളിച്ചിട്ട് താങ്കൾ വിളിക്കുന്ന വ്യക്തി നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. മേഘ ചോദിക്കുക, എന്ത് പറ്റി സിദ്ധു? അത് ചന്ദ്രികയുടെ ഫോൺ സ്വിച്ച് ഓഫ് പറയുന്നു. മേഘ അതും ചോദിച്ച് ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്. കാര്യം ചന്ദ്രിക ഇല്ലാത്തതുകൊണ്ട് മേഘയുടെ ഡിസൈൻസ് മാത്രം ക്ലയൻസിന് പ്രസൻറ്റ് ചെയ്യാലോ എന്ന് കരുതി. മേഘ ചോദിക്കുകയാണ്, ഞാൻ റെഡിയാക്കിയ ഡിസൈൻസ് ഉണ്ട് സിദ്ധു, അത് നീ ക്ലയൻസിന് പ്രസൻറ്റ് ചെയ്യുന്നോ അതോ ഞാൻ പ്രസൻറ്റ് ചെയ്യണോ? ഇല്ല, നീ തന്നെ ചെയ്തോ. ഇറ്റ്സ് ഓക്കെ, നീ തന്നെ പ്രസൻറ്റ് ചെയ്യും. മേഘാവിനെ സിസ്റ്റം ഓണാക്കി ക്ലയൻസിന് അവളുടെ ഡിസൈൻസൊക്കെ കാണിക്കാൻ വേണ്ടി എല്ലാം ഓണാക്കി കാണിക്കുകയാണ്. ഓരോ ഡിസൈൻസും മറിച്ച് കാണിക്കുന്നതിനനുസരിച്ച് അതിനുള്ള അഭിപ്രായങ്ങളും മേഘ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചന്ദ്രിക സ്കൂളിലേക്ക് പോവുകയാണ് ഒരു ഓട്ടോ പിടിച്ചിട്ട്. അപ്പോൾ മേഘയാണെങ്കിൽ അവൾ വരച്ച ഡിസൈൻസൊക്കെ ക്ലയൻസിന് കാണിച്ചു കൊടുക്കുകയാണ്. ക്ലയൻസ് അതൊക്കെ നോക്കുകയാണ് ഓരോന്നും. അവളുടെ ഡിസൈൻസൊക്കെ ക്ലയൻസ് കാണുന്ന സമയത്ത് തന്നെ അവർ പരസ്പരം നോക്കുകയാണ്, കൈമറത്തുകയാണ് എന്താ ഇത് എന്നുള്ളൊരർത്ഥത്തിൽ. എല്ലാം കഴിഞ്ഞപ്പോൾ മേഘ ചോദിക്കുകയാണ്, സാർ ഞാൻ പ്രസൻറ്റ് ചെയ്ത ഡിസൈൻസൊക്കെ എങ്ങനെയുണ്ട്? അവരെല്ലാവരും പരസ്പരം നോക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് പറയാണ്, ഫ്രാങ്കായി പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത ഒരു ഡിസൈൻസും നമ്മൾക്ക് ഇംപ്രസീവായി തോന്നിയില്ല. വളരെ ഓൾഡ് പാറ്റേൺ ആയിട്ടാണ് തോന്നിയത്. അത് കേട്ട് മേഘ വല്ലാതെയായി. എല്ലാവരും പരസ്പരം നോക്കുകയാണ്. അവരാദ്യമേ കൈമറത്തുന്നുണ്ട് അവരുടെ ഡിസൈനൊക്കെ കണ്ടിട്ട്. അതിൽ ഒരു ക്ലയൻറ്റ് ചോദിക്കുകയാണ്, സിദ്ധാർത്ഥ് വേറെ ഏതെങ്കിലും ഡിസൈൻസ് ഉണ്ടോ? സാർ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഇവിടുത്തെ മറ്റൊരു സ്റ്റാഫ് ചന്ദ്രിക ഡിസൈൻസൊക്കെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ അവരുടെ ഡിസൈൻസ് ഇതിനു മുമ്പ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സാർ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ ചന്ദ്രിക വന്നോ എന്ന് നോക്കിയിട്ട് വരാം. വേഗം വരാൻ പറയൂ, ഞങ്ങൾക്ക് വേറെയും പോകാനുണ്ട്. വേറെ ഒരിടത്ത് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ സാർ, ഐ വിൽ കം സാർ. സിദ്ധു ചന്ദ്രിക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അവളുടെ സീറ്റിൽ ചന്ദ്രികയെ കാണുന്നില്ല. അപ്പോൾ ഗീതയോട് ചോദിക്കുകയാണ്, ഗീത എന്താ സാർ, ചന്ദ്രിക എവിടെ? അറിയില്ല സാർ, പുറത്തെവിടെയോ പോയെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല സാർ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം, ഇയാൾ വർക്ക് ചെയ്തോ. ഓക്കെ സാർ. പിന്നെ സിദ്ധു പറയാണ്, ഇന്ന് ക്ലയൻസ് മീറ്റിംഗ് ഉണ്ട് എന്ന് അവളോട് പറഞ്ഞതാണല്ലോ, അവളിത് എവിടെ പോയി? അപ്പോൾ ചന്ദ്രികനെയാണ് പിന്നെ കാണിക്കുന്നത്. ചന്ദ്രിക സ്കൂളിലെത്തി. അപ്പോൾ ഓട്ടോക്കാരനോട് പറയാണ്, ഇവിടെ നിർത്തണേ. ചന്ദ്രിക എല്ലായിടത്തും നോക്കുകയാണ്. എന്നിട്ട് വിളിക്കുകയാണ്, ചേട്ടാ സെക്യൂരിറ്റി ചേട്ടാ. എന്താ മാഡം? എന്താ ചന്ദ്രികയെ? സ്കൂളിൽ എന്തോ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ ചേട്ടാ, എന്താ പറ്റിയത്? ഫയർ ആക്സിഡൻറ്റോ? അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നോട് ആരാ പറഞ്ഞത്? എൻ്റെ ഓഫീസിൽ പറഞ്ഞു അങ്ങനെ. അത് വേറെ ഏതെങ്കിലും സ്കൂളിൽ നടന്നായിരിക്കും. നിന്നെ ആരോ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ധരിക്കാനാ സാധ്യത. അപ്പോൾ ചന്ദ്രിക അവിടെ നിന്ന് ആലോചിക്കുകയാണ്, വേറെ ഏതെങ്കിലും സ്കൂളിൽ നടന്നത് അത് മേഘ തെറ്റായിട്ട് തോന്നിയതാന്ന് തോന്നുന്നു. ശരി ചേട്ടാ, ഞാൻ പോവുകയാണേ. ശരി എന്നാൽ. സിദ്ധു അവിടെ ചന്ദ്രികയെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ഓട്ടോയിലാണുള്ളത്. അപ്പോൾ ഓട്ടോയിൽ നിന്ന് ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്, ഇന്ന് ക്ലയൻറ്റിന് നമ്മുടെ ഡിസൈൻസൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. സിദ്ധാർത്ഥ് സാറ് അത് നിർബന്ധമായും പറഞ്ഞിരുന്ന കാര്യമാണ്. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വരികയും ചെയ്തു. എന്നെ അന്വേഷിക്കുന്നുണ്ടാവും, എന്താ ചെയ്യുക? അപ്പോൾ ക്ലയൻസൊക്കെ പറയാണ്, സമയം ഒരുപാട് താമസിച്ചു തോന്നുമല്ലോ അല്ലേ? അതെ. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, എന്താ സിദ്ധു, ചന്ദ്രിക സീരിയലില്ലേ? സാർ സോറി സാർ, ചന്ദ്രിക പുറത്തെവിടെയോ പോയിരിക്കുക. ഒരു 10 മിനിറ്റ് ടൈം തരുവാണെങ്കിൽ. അപ്പോൾ അവർ പറയാണ്, സോറി സിദ്ധാർത്ഥ്, ഞങ്ങൾക്ക് മറ്റൊരു മീറ്റിംഗ് ഉണ്ട്, ഞങ്ങൾ ഇറങ്ങുവാണ്. സാർ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യൂ. സിദ്ധാർത്ഥ്, ചന്ദ്രിക ഇപ്പം ഇങ്ങെത്തും, പോകരുത്. ചന്ദ്രിക ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ, സിദ്ധു മനസ്സിൽ ചിന്തിക്കുക. മിസ് ഇറങ്ങിയപ്പോൾ മേഘ സിദ്ധുവിനോട് പറയാണ്, സിദ്ധു, ചിലവർ ഇങ്ങനെയാണ്, വിശ്വസിച്ചവർ പറ്റിച്ചിട്ട് പോകും ചിലപ്പോൾ. ഇനിയെങ്കിലും ആരെയൊക്കെ എവിടെ ഇരുത്തണമെന്ന് നീ ചിന്തിച്ച് തീരുമാനിക്കുക. സാർ പോവരുത് സാർ, ഒരു 5 മിനിറ്റ് സാർ. സിദ്ധു ഓടി വന്നിട്ട് പറയാണ്, സാർ ഒരു 5 മിനിറ്റ്,
ഇല്ല ഇല്ല, ഞങ്ങൾക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്, ഞങ്ങൾക്ക് പോകണം. ഇല്ല സാർ, ഒരു 5 മിനിറ്റ് സാർ, ഒരു 5 മിനിറ്റ് സാർ വെയിറ്റ് ചെയ്യ്. പ്ലീസ് സാർ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി സാർ. പ്ലീസ് സാർ, ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യൂ സാർ. സോറി സിദ്ധാർത്ഥ്, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ പോവാം. ചന്ദ്രിക എത്തുമ്പോഴേക്കും ക്ലയൻസൊക്കെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതാ ചേട്ടാ എന്ന് പറഞ്ഞ് പൈസയും കൊടുത്ത് ചന്ദ്രിക ഓടുകയായിരുന്നു ഓഫീസിലേക്ക്. ചന്ദ്രിക വന്നിട്ട് വിളിക്കാണ്, സാർ സാർ. ചന്ദ്രികേ, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഇന്ന് ഞാൻ ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? അത്യാവശ്യമായിട്ട് സ്കൂൾ വരെ പോകേണ്ടി വന്നു സാർ. അതാ പറ്റിയത്. മേഘ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്ത് മേഘ ചിന്തിക്കുകയാണ്, ഇതെന്താ ചന്ദ്രിക ഇത്ര പെട്ടെന്ന് വന്നത്? മേഘ ഒരല്പം മാറി എന്നിട്ട് അവർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, ശരി, നീ വരച്ചു വെച്ച ഡിസൈൻസ് ഒക്കെ എവിടെ? എൻ്റെ ടേബിളിൽ മേശയിൽ തന്നെ ഉണ്ട് സാർ. എന്നാൽ വേഗം പോയി എടുത്തിട്ട് വാ. ഇല്ല, വേഗം ചെല്ലി, വേഗം പോയി എടുത്തിട്ട് വാ. തന്നെ സിദ്ധു അവരുടെ അടുത്ത് എത്തി. സാർ സാർ സാർ, പോലെ സാർ, 1 മിനിറ്റ് സാർ, ഇതാ ചന്ദ്രിക എത്തിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മുകളിൽ വരുവാണെങ്കിൽ ഞാൻ ചന്ദ്രിക വരച്ച ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. പ്ലീസ് സാർ. ശരി, ഓക്കെ, വരൂ. താങ്ക് യു സാർ. വരൂ സാർ. പ്ലീസ് സാർ. വേഗം ആട്ടെ. ചന്ദ്രിക ഡിസൈൻസുമായിട്ട് വന്നു. സാർ നോക്കൂ സാർ, ഇത് വാങ്ങിച്ചിട്ട് പറയണം. നീ വെയിറ്റ് ചെയ്യ്. അപ്പോൾ തന്നെ ചന്ദ്രിക പുറത്തിറങ്ങി നിൽക്കുകയാണ്. ചന്ദ്രികയുടെ ഡിസൈൻസൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം സിദ്ധു അതിൻ്റെ അഭിപ്രായം പറയുകയോട് ചെയ്യുകയാണ്. ചന്ദ്രികയുടെ ഡിസൈൻസൊക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് നല്ല സന്തോഷം തോന്നുകയാണ്. ദാറ്റ്സ് ഓൾ സാർ. സാർ എങ്ങനെയുണ്ട് സാർ ഈ ഡിസൈൻസ്? അപ്പോൾ അവർ പറയാണ്, നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത ഡിസൈൻസിൽ 4 ഡിസൈൻ വളരെ എക്സലൻ്റ് ആയിട്ടുണ്ട് സാർ. ഇത് ഞങ്ങൾ അപ്രൂവൽ ചെയ്യുന്നു. സിദ്ധുവിന് സന്തോഷമായി. ആ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്ത് അത് നിങ്ങൾ ഞങ്ങൾക്ക് മെയിൽ ചെയ്യും. ഷുവർ സാർ, തീർച്ചയായും ചെയ്യാം. പ്രോജക്റ്റ് നിങ്ങൾക്ക് നൽകാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് സാർ. സിദ്ധുവിന് നല്ല സന്തോഷം തോന്നി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് സിദ്ധു വരികയാണ്. അപ്പോൾ സിദ്ധുവിനോട് ചന്ദ്രിക ചോദിക്കുകയാണ്, സാർ എന്തായി സാർ? സാർ അവരെന്താ പറഞ്ഞത്? ചന്ദ്രികയെ, നിൻ്റെ 4 ഡിസൈൻസും അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രോജക്ട്സ് നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് അവർ വിഷ് ചെയ്തിട്ട് പോയിരിക്കുക. സാർ. അതേ ചന്ദ്രികയെ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സാർ. ഇപ്പോഴാണ് സാർ എനിക്ക് സന്തോഷമായത്. ചന്ദ്രികയെ, ഇതറിഞ്ഞാൽ അങ്കിളും ഒരുപാട് സന്തോഷിക്കും. ഞാൻ അങ്കിളിനെ വിളിച്ച് കാര്യം പറയട്ടെ. താൻ ചെല്ലേ. ശരി സാർ. ചന്ദ്രിക പോയി കഴിഞ്ഞപ്പോൾ സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ സന്തോഷ വാർത്ത ആദ്യം അങ്കിളിനെ തന്നെ വിളിച്ച് പറയണം. ലക്ഷ്മി ഫോണുമായിട്ട് വരികയാണ്. എന്നിട്ട് പറയാണ്, ഏട്ടാ ഇതാ ഒരു കോള് വരുന്നുണ്ട്. സിദ്ധുവാ വിളിക്കുന്നത്. പറയൂ സിദ്ധു. അങ്കിൾ, ഒരു ഗുഡ് ന്യൂസ്. പറ, എന്താ കാര്യം? MGM കമ്പനീസ് ഉണ്ടല്ലോ, അവർ ആ ഡിസൈൻസിന് അവർ തന്നതിന്, നമ്മൾ കൊടുത്ത ഡിസൈൻസിന് അവർ അപ്രൂവ് തന്നു അങ്കിൾ. ഏയ് വാവ്, സൂപ്പർ സിദ്ധാർത്ഥ്, കൺഗ്രാറ്റ്സ്. കൺഗ്രാജുലേഷൻസ് നമ്മളെ ചന്ദ്രികയോടാണ് പറയേണ്ടത്. എന്താണെന്നറിയോ, ഇത് അപ്രൂവൽ ആവാൻ കാരണം തന്നെ ചന്ദ്രികയുടെ ഡിസൈൻസ് ആണ്. അതെ അങ്കിളെ. അങ്കിളെ 2 പേരും, ചന്ദ്രികയും മേഘയും, അവർ 2 പേരും വരച്ചു വെച്ച ഡിസൈൻസ് ക്ലയൻസിന് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തു. അതിൽ ചന്ദ്രികയുടെ ഡിസൈൻസാണ് ക്ലയൻസ് അപ്രൂവ് ആക്കിയത്. വാവ്, വളരെ സന്തോഷമുണ്ട് മോനെ. അവളെ തന്നെ എൻ്റെ വിശ്വസ് അറിയിച്ചേക്ക്. ശരി അങ്കിളെ. വാവ്, കണ്ടോ ലക്ഷ്മി, എന്താ ഏട്ടാ, മേഘയും ചന്ദ്രികയും ഓരോ ഡിസൈൻസ് വർക്ക് ചെയ്ത് ക്ലയൻസിന് കൊടുത്തു. അതിൽ ചന്ദ്രികയുടെ ഡിസൈനാണ് അപ്രൂവലായത്. കൊള്ളാലോ ചന്ദ്രിക, ജോലിക്ക് ചേർന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ചന്ദ്രിക ഇത്രയും ഇമ്പ്രൂവ് ആയെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് ഏട്ടാ. അതെ ലക്ഷ്മി. ചന്ദ്രിക ആരുടെ മോളാ? എൻ്റെ മോളല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെയേ വരൂ. എന്താണെന്നറിയില്ല ലക്ഷ്മി, മേഘ ഇത്രയും കാലമായിട്ട് നമ്മുടെ കമ്പനിയിൽ ഉണ്ട്, പക്ഷേ പറയത്തക്ക രീതിയിൽ ഒന്നും ചെയ്തിട്ടുമില്ല. എന്ന് വെച്ച് ഏട്ടൻ മേഘയെ കുറച്ച് കാണരുത്. മേഘ ഒരു രീതിയിലും ചന്ദ്രികയേക്കാൾ കുറഞ്ഞതും അല്ല. ചന്ദ്രികയ്ക്കുള്ള എല്ലാ ഗുണങ്ങളും മേഘയ്ക്കും ഉണ്ട്. അതെ അതെ, അവളെ നീ മാത്രമേ ഇങ്ങനെയൊക്കെ പറയൂ. ഇങ്ങോട്ട് നോക്കിയേട്ടാ, ചന്ദ്രിക മാത്രമല്ല നമ്മുടെ മോള്, മേഘയും നമ്മുടെ മോളാ. ഒരിടത്തും മേഘയെ താഴ്ത്തി സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഏട്ടാ. ശരി ശരി ലക്ഷ്മി, ഞാൻ മേഘയെക്കുറിച്ച് നിന്നോട് ഒന്നും സംസാരിക്കുന്നില്ല. പോരെ? ഓക്കെ. പിന്നെ മേഘയുടെ സീറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് സിദ്ധു വന്നിട്ട് പറയാണ്, മേഘ, ചന്ദ്രികയുടെ ഡിസൈൻസ് ക്ലയൻറ്റ് അപ്രൂവ് ചെയ്തു, അറിഞ്ഞായിരുന്നോ? എന്തായി പറയുന്നത് സിദ്ധാർത്ഥ്? അതേ മേഘ,
അവരെന്ത് പറയും എന്നറിയാതെ ഞാനും പേടിച്ചിരിക്കുകയായിരുന്നു. ബട്ട് എന്താണെന്നറിയില്ല, ഈ പ്രോജക്റ്റ് നമ്മുടെ കമ്പനിക്ക് തന്നെ തന്നു. പറഞ്ഞതുപോലെ ചന്ദ്രിക ഈ മത്സരത്തിൽ ജയിച്ചു അല്ലേ? സിദ്ധുവിനെ മേഘയെ കളിയാക്കുന്ന രീതിയിൽ അവിടെ നിന്ന് പോവാണ്. സിദ്ധുവിൻ്റെ സീറ്റിലേക്ക് പോയിരുന്ന് ഞെളിഞ്ഞ് ആശ്വസിക്കുകയാണ്. മേഘ അത് തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നെ സിദ്ധു എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെത്തി. എന്നിട്ട് പറയാണ്, ഹലോ ഗെയ്സ്, എല്ലാവരും ഇങ്ങ് വരൂ. എല്ലാവരും എണീറ്റ് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ സിദ്ധു പറയാണ്, അപ്പോൾ നിങ്ങളുടെ എല്ലാവരോടും കാര്യം പറയുന്നതിന് മുമ്പ് ആദ്യം ചന്ദ്രികയ്ക്ക് വലിയൊരു കയ്യടി കൊടുക്ക്. എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുകയാണ്. അപ്പോഴേക്കും മേഘയും അവിടെ എത്തി. മുംബൈ ക്ലയൻസ് ചന്ദ്രികയുടെ ഡിസൈൻസ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് ഈ വർഷം നമുക്ക് കിട്ടിയ ബെസ്റ്റ് പ്രോജക്റ്റാണ്. മേഘ ഇതൊക്കെ കേട്ട് പുറകിൽ വിഷമത്തോടെ വന്ന് നിൽക്കുകയാണ്. ചന്ദ്രികയ്ക്ക് നല്ല സന്തോഷം തോന്നി. മറ്റുള്ളവരും എല്ലാവരും കൈയടിക്കുകയാണ്. ഈ പ്രോജക്ട്സിൻ്റെ ഫുൾ ഡിസൈൻസും നമ്മുടെ ചന്ദ്രികയാണ് ചെയ്യാൻ പോകുന്നത്. ചന്ദ്രിക, വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ക്യാരി ഓൺ. ഒരു ബൊക്ക കൊടുക്കുകയാണ് സിദ്ധു. താങ്ക് യു സാർ. പിന്നെ ഓരോരുത്തരായി ചന്ദ്രികയ്ക്ക് കൈ കൊടുക്കുകയാണ്. ഗീത ഫസ്റ്റ് കൈ കൊടുക്കുകയാണ്. എല്ലാവരും വിഷ് ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ ചെയ്തില്ലെങ്കിൽ എനിക്ക് അവളോട് അസൂയാണെന്ന് എല്ലാവരും വിചാരിക്കും. മേഘ മനസ്സിൽ ചിന്തിക്കാം. എന്തായാലും ചെന്ന് വിഷ് ചെയ്തേക്കാം. കൺഗ്രാറ്റ്സ് ചന്ദ്രിക. താങ്ക് യു. താങ്ക്സ് മേഘ. പിന്നെ ചന്ദ്രിക ജോലി തിരക്കിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും പോയിട്ട് പറയാണ്, ചന്ദ്രികയെ, എന്താ അമ്മേ? ചന്ദ്രിക ഒന്നിങ്ങോട്ട് വാ. എന്താ അമ്മേ? ഒന്നിങ്ങോട്ട് വാ. ചന്ദ്രികയെ വരൂ. വരാനല്ലേ പറഞ്ഞേ? ഏയ് മലർ, നീയും വാ മോളെ, വേഗം വാ. എന്താ അമ്മ ഇതൊക്കെ? നിക്ക് പറയാം. ലക്ഷ്മി ലക്ഷ്മി അവളുടെ 2 കണ്ണും മൂടി. എന്നിട്ട് പറയാണ്, എന്തിനാ അമ്മേ കണ്ണ് മൂടുന്നത്? പറയാലോ. വാ നടക്ക്. 2 പേരുടെയും കണ്ണ് മൂടുകയാണ്. മലറിൻ്റെ കണ്ണ് മഹേന്ദ്രൻ സാറ് മൂടിയിട്ടുണ്ട്. 2 പേര് നടക്ക്. സൂക്ഷിച്ച് നടക്ക്. പതുക്കെ പോ. പതുക്കെ. മലർ പതുക്കെ സൂക്ഷിച്ച്. ഓക്കെ, കണ്ണ് തുറന്നോളൂ. കണ്ണ് തുറന്നപ്പോൾ കണ്ടത് നല്ലൊരു വണ്ടിയാണ് മുമ്പിൽ. ചന്ദ്രിക വണ്ടി കണ്ട് അത്ഭുതത്തോടെ നോക്കുകയാണ്. അതുപോലെ തന്നെ മലരും അത്ഭുതത്തോടെ നോക്കുകയാണ്. വണ്ടി നന്നായിട്ട് ഒരുക്കിയിട്ടുമുണ്ട്. അതായത് മുല്ലയും അതേപോലെ തന്നെ ബലൂണും ഒക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടാണ് വണ്ടിയുള്ളത്. ആ വണ്ടി തന്നെ അത്ഭുതത്തോടെ നോക്കുകയാണ് ചന്ദ്രികയും മലരും. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. മുത്തശ്ശിയും മേഘയും അതുപോലെ തന്നെ വണ്ടി നോക്കുന്നുണ്ട്. അവരും അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ചന്ദ്രികയും മലരും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഒട്ടിയിരുന്നിട്ട് വണ്ടിയിൽ ചുറ്റിക്കറങ്ങാണ്. സിദ്ധു പെട്ടെന്ന് ചോദിക്കുകയാണ് ചന്ദ്രികയോട്, അനുവിനെക്കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം? അവൾ സാറിനെ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, അതെന്താ നിനക്ക് ഇഷ്ടപ്പെടാത്തത്? സിദ്ധു ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക, ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഇഷ്ടമല്ല. എന്താന്ന് ചോദിച്ചേ? കാരണമൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമാണോ? അത് പറഞ്ഞ് 2 പേരും പരസ്പരം നോക്കുവാണ്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.